ഏഷ്യ ലൈവ് ടി വിയിലെ ഫെങ്ഷു പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ വീടുകളിൽ കൺസൾട്ടിങ്ങിനൊക്കെ പോകുമ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാർ അല്ലെങ്കിൽ ഒരു പുതിയ വീട് വയ്ക്കുമ്പോഴത്തേക്ക് വളരെ പേടിയോടെ നോക്കിക്കാണുന്ന രണ്ട് സൂത്രങ്ങളുണ്ട്. ഒന്ന്, പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് പോകുന്ന ബ്രഹ്മസൂത്രവും വടക്ക് നിന്ന് തെക്കോട്ട് പോകുന്ന യമസൂത്രവും. അപ്പോൾ ഒത്തിരി ആൾക്കാർക്ക് ഇത് വളരെ പേടി ഉളവാക്കുന്നുണ്ട്. ഇത് ഒരു വാസ്തുവിനെ പറ്റി അധികം പൂർണ്ണമായിട്ട് അറിഞ്ഞുകൂടാത്ത ഒരാളായാലും ഒരു വീട് പാല് കാച്ചുന്ന സമയത്ത് ആ വീട്ടിലോട്ട് വന്നിട്ട് മൊത്തമൊക്കെ നോക്കി കണ്ടിട്ട് നിങ്ങളിതിൻ്റെ ബ്രഹ്മസൂത്രം പോകുന്നത് കറക്റ്റ് ചെയ്തിട്ടില്ലയോ എന്ന് ചോദിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ യമസൂത്രം പോകുന്നത് കറക്റ്റ് ചെയ്തിട്ടില്ല എന്ന് ചോദിക്കും. ഇയാൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിവ് ഉണ്ടായിരിക്കില്ല, എന്നാലും ജസ്റ്റ് എന്ന് ചോദിക്കും. അപ്പം എന്തെങ്കിലും കാരണവശാൽ ഇവരിത് ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടെങ്കിലോ അതല്ലെന്നുണ്ടെങ്കിൽ ഇത് അവർ ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിലോ ഇവരിത് വളരെയായിട്ടും ഒരു 3-4 പേര് ചോദിക്കുമ്പോൾ ഇവർക്ക് മാനസികമായിട്ട് ഒരു വിഷമം ഉണ്ടാകും. അപ്പോൾ ഇത് കേരളത്തിൽ മാത്രമാണ് ഇത് കൂടുതലായിട്ട് ഇങ്ങനെ ചെയ്തു വരുന്നത്. മറ്റ് സ്റ്റേറ്റുകളിൽ ഇങ്ങനെ മറ്റ് കൺസൾട്ടൻ്റുമായിട്ട് ഞാൻ സംസാരിക്കുമ്പം അവിടെയൊന്നും ഇതിനത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. ബാംഗ്ലൂരിൽ നിന്ന് ഒരു സാറ് വന്ന് ഒരു കൺസൾട്ട് ചെയ്ത വീട് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അവർ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കിഴക്ക് ദർശനമുള്ളൊരു വീടാണ്. ഇതിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് അവർ പ്രധാന ഡോർ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് തെക്ക് കിഴക്ക് ഭാഗത്ത് അഗ്നികോണിൽ കിച്ചണും ചെയ്തിട്ടുണ്ട്. വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ബെഡ്റൂം, തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു ബെഡ്റൂം. ഇങ്ങനെയാണ് അവർ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ ബ്രഹ്മസൂത്രം കടന്നു പോകുന്ന ഭാഗത്ത്, അതായത് വീടിൻ്റെ പടിഞ്ഞാറ് വശത്ത് കിഴക്ക് വശത്ത് ഒരു ഡൈനിങ് ഹാളാണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പടിഞ്ഞാറ് വശത്ത് വന്നിട്ട് പൂജാമുറിയാണ്. ആ പൂജാമുറിയുടെ ബേക്കിൽ ചെയ്തിരിക്കുന്നത് ടോയ്ലറ്റാണ്. അപ്പോൾ പൂജാമുറിയുടെയും ടോയ്ലറ്റിൻ്റെയും ഭിത്തി ഒന്നായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബ്രഹ്മസൂത്രം ഇതിലേക്ക് കടന്നു പോകുന്നതുമില്ല. അത് കഴിഞ്ഞിട്ട് യമസൂത്രമാണെങ്കിലോ അതും പോകുന്നില്ല. കാരണം വടക്ക് വശത്ത് ലിവിങ് ഏരിയയുടേതുണ്ട്, തെക്ക് വശത്ത് വന്നിട്ട് അവിടുത്തെ ഒരു കോമൺ ടോയ്ലറ്റാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബ്രഹ്മസൂത്രമോ യമസൂത്രമോ പോകുന്നില്ല. പുള്ളി വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കൺസൾട്ടൻ്റാണ്. പക്ഷേ അവർ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കേരളത്തിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ ഇങ്ങനെ ചോദിക്കും. അപ്പോൾ അത് ഒത്തിരി പേടി ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ബ്രഹ്മസൂത്രവും യമസൂത്രവും കടന്നു പോകുന്നത് ഈ രീതിയിലാണ്. ഇനി ചിലർ പറയുന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഇതൊരു വീടാണ്. ഈ വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് ഇവിടെ ഒരു ഡോർ വെച്ചു. ഇവിടെ ഒരു ഡോർ വെച്ചിട്ട് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഇവിടെ ഒരു വിൻഡോ കൊടുക്കുന്നുണ്ട്. ഇതിലും ഒരു ഇവിടെ ഒരു ബെഡ്റൂം ആണെങ്കിൽ ഇവിടെ ഒരു ഡോർ കൊടുത്ത് ഇവിടെ ഒരു വിൻഡോ കൊടുത്ത്, എന്നിട്ട് ഈ കിഴക്ക് ഭാഗം ഫുള്ള് ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ബ്രഹ്മസൂത്രം കടന്നു പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇതുവഴിയാണ് പോകുന്നത്. അതാണ്ട് ഫ്രണ്ട് ഡോറിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയും. മെയിൻ ഡോറിൻ്റെ നേരെ ഓപ്പോസിറ്റ് അല്ല ബ്രഹ്മസൂത്രം പോകുന്നത്, വീടിൻ്റെ മധ്യഭാഗത്തൂടിയാണ് ബ്രഹ്മസൂത്രം പോകുന്നത്. അത് കിഴക്ക് ദർശനമുള്ളൊരു വീടിനെ സംബന്ധിച്ചാണെങ്കിൽ ഈ ബ്രഹ്മസൂത്രത്തിന് നമ്മുടെ കേരളീയ വാസ്തുവിൽ പ്രാധാന്യം കാണുന്നുണ്ട്. അപ്പോൾ കിഴക്ക് മധ്യത്തിൽ നിന്ന് പടിഞ്ഞാറ് മധ്യത്തിലേക്ക് ഒന്നുകിൽ ഒരു ഡോറോ അല്ലെങ്കിൽ ഒരു ജന്നലോ കൊടുത്ത് ഈ സൂത്രം കടന്നു പോകുന്ന രീതിയിൽ ഇത് ക്രമീകരിക്കണമെന്ന് വാസ്തുവിൽ പറയുന്നുണ്ട്. അതേസമയം ഇപ്പോൾ ഇതിൻ്റെ ഡോറ് ഒരല്പം മാറിയിട്ടാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നേരെ പോയിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ ഡോറ് പണിയുമ്പോൾ ഈ ഭാഗത്തോ ആണ് നിങ്ങൾ ഡോറ് വെക്കുന്നതെങ്കിൽ ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ജന്നൽ വെച്ചുകൊണ്ട് വേണമെങ്കിലും ഈ സൂത്രത്തെ നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ ദർശനമുള്ള വീടുകൾക്ക് ഈ ബ്രഹ്മസൂത്രം വളരെ പ്രാധാന്യം കേരള വാസ്തുവിൽ പറയുന്നുണ്ട്. അതേസമയം വടക്കോട്ടോ തെക്കോട്ടോ ദർശനമുള്ള വീടാണെന്നുണ്ടെങ്കിൽ ഈ യമസൂത്രത്തിനാണ് പ്രാധാന്യം കൂടുതലുള്ളത്. ബ്രഹ്മസൂത്രത്തിന് അത്രയും പ്രാധാന്യമില്ല. അതും ഈ പറയുന്നത് പോലെ പ്രധാന ഡോറോ അല്ലെങ്കിൽ ജനലുകളോ വെച്ച് ഈ സൂത്രം കടന്നു പോകുന്ന രീതിയിൽ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ ഈ സൂത്രത്തിലേക്ക് ടോയ്ലറ്റ് കയറി വരുന്നതും അത്ര നല്ലതല്ല. ഇപ്പോൾ പ്ലാൻ വരയ്ക്കുമ്പോൾ വാസ്തു അറിയാവുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത് ഒഴിച്ചിട്ടായിരിക്കും പ്ലാൻ വരയ്ക്കുന്നത്. ഇത് അഥവാ ഇങ്ങനെ വെച്ചാൽ പോലും അത്രയും ദോഷങ്ങളില്ലെങ്കിലും 10 പേര് ചോദിക്കുമ്പോൾ നമ്മൾ മാനസികമായി നെഗറ്റീവ് ആവുകയും ആ ഒരു ദോഷം നമ്മളിലേക്ക് വന്ന് കയറാനുള്ള ഇത് ഉണ്ട്. കാരണം 10 പേര് നമ്മുടെ അടുത്തൊരു നെഗറ്റീവ് കാര്യം പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായി അത് നമ്മുടെ ബോധ മനസ്സിലേക്ക് അത് കയറി കൂടുകയും നമ്മളത് നെഗറ്റീവായിട്ട് അവിടെ അത് ഭവിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വീട് വയ്ക്കുമ്പോൾ ഈ ബ്രഹ്മസൂത്രവും യമസൂത്രവും ഒന്ന് കറക്റ്റ് ചെയ്ത് ചെയ്യുന്നെങ്കിൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഈ സൂത്രം ഇങ്ങനെ കടന്നു പോകാം, ഇതും ഇങ്ങനെ കടന്നു പോകാം. കിഴക്കോട്ട് ദർശനമുള്ള വീടിന് യമസൂത്രവും ബ്രഹ്മസൂത്രവും കറക്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് തന്നെ. അല്ലെന്നുണ്ടെങ്കിൽ ഈ ബ്രഹ്മസൂത്രമെങ്കിലും കറക്റ്റ് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ ഒരു വെളിയിൽ സെപ്റ്റി ടാങ്കോ മറ്റേതൊക്കെ പണിയുമ്പോൾ ഈ ലൈനിൽ കയറാത്ത രീതിയിൽ ഇപ്പോൾ ഇവിടെ കിഴക്ക് ഭാഗത്ത് നമ്മളൊരു വേസ്റ്റ് വാട്ടറിൻ്റെ കുഴി എടുക്കുന്നുണ്ടെങ്കിൽ കിഴക്ക് ഭാഗത്തൊരു വേസ്റ്റ് വാട്ടറിൻ്റെ കുഴി വേണമെങ്കിൽ ചെയ്യാം, അത്യാവശ്യമാണെങ്കിൽ ചെയ്യാം. പക്ഷേ ഈ സൂത്രം കയറാതെ സൂത്രത്തിന് അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ നിർത്തി ചെയ്യണം. പക്ഷേ ഈ 2 മൂലകൾ കയറാനും പാടില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കൂ. ചെറിയ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ
ഉണ്ടെന്നുണ്ടെങ്കിലും ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ വരുത്താനായിട്ട് വാസ്തുവിനും ഫെങ്ഷുയ്ക്കും സാധിക്കുന്നതാണ്. ഇപ്പം നിങ്ങളിതെല്ലാം നോക്കാതെ അല്ലെങ്കിൽ നിങ്ങൾ വീട് വെച്ച് മുന്നോട്ട് പോയപ്പോഴത്തേക്കാണ് മറ്റുള്ളവർ പറഞ്ഞറിഞ്ഞതായാലും നിങ്ങൾ യൂട്യൂബിൽ കണ്ടതായാലും നിങ്ങൾ വായിച്ചറിഞ്ഞതായാലും നിങ്ങളുടെ വീടുകളിൽ ഇന്ന മിസ്റ്റേക്കുകൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നു. അപ്പോൾ ഞാൻ എൻ്റെ പ്രോഗ്രാം കേട്ട് അല്ലെങ്കിൽ മറ്റൊരാളുടെ പ്രോഗ്രാം കേട്ടിട്ട് ഈ ദോഷങ്ങൾ അവർ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നതാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ ഉടനെ നിങ്ങൾ പൊളിച്ചു മാറ്റാനായിട്ട് നിൽക്കാതെ നല്ല ഒരു ഫെങ്ഷി കൺസൾട്ടൻറ്റ് കാണിച്ചിട്ട് ഈ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതിനെ ചില ചിത്രങ്ങളും രൂപങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഈ ദോഷം മാറ്റാനായിട്ട് ഫെങ്ഷി എന്ന് പറയുന്ന മാതാശാസ്ത്രം കൊണ്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന എന്ത് പ്രശ്നങ്ങളുമാവട്ടെ അത് ഫെങ്ഷി ഉപയോഗിച്ച് നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിച്ച് നല്ലൊരു ജീവിതം മുന്നോട്ട് നയിക്കാനായിട്ട് ഇത് സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.